നമസ്കാരം. ഫസിക്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ്, പ്രത്യേകിച്ച് ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഹിമാലയത്തിൻ്റെ വിവിധ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്ന ഹിമാദ്രിയെക്കുറിച്ചും ഹിമാചലിനെക്കുറിച്ചും സിവാലിക്കിനെക്കുറിച്ചുമാണ്. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് എന്നിവയെക്കുറിച്ചാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെങ്കിൽ, ഇനി മൂന്നാമത്തെയും അവസാനത്തേതുമായ ക്ലാസ് നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിനെ കുറിച്ചുള്ള നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണിത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് പ്രധാനമായിട്ടും ട്രാൻസ് ഹിമാലയം, അതേപോലെ തന്നെ പൂർവാഞ്ചൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയുന്ന ആ ഏരിയകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തത്തിലൊന്ന് നോക്കിയാൽ ഈ ഹിമാലയം എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്, അല്ലേ? എന്താണ് ഈ ഹിമാലയത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഹിമാലയം എന്നുള്ള പേര് തന്നെ നമുക്കറിയാം എന്തായിരിക്കാം. ഹിമത്തിൻ്റെ വാസസ്ഥലം എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? ഹിമത്തിൻ്റെ വാസസ്ഥലം, അതുകൊണ്ടാണ് ഹിമാലയം എന്ന് പേരിട്ടതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഈ ഹിമാലയം നമുക്ക് എന്താണ് നൽകുന്നത് എന്ന് നമ്മളിനി പഠിക്കണം. അതായത് നമ്മുടെ ഇന്ത്യയുടെ സോൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മൾ ഭരണഘടനയുടെ സോൾ അല്ലെങ്കിൽ ഹെർട്ട് എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലേ? ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പലതിനെയും വിളിക്കാറുണ്ട്. അതേപോലെ ആർട്ടിക്കിൾ 32 വിളിക്കുന്നത് നമുക്കറിയാം, ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയാമ്പിളിനെയാണ് വിളിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് അല്ലെങ്കിൽ എന്തായിരിക്കാം, ഹെർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യ മെയിൻലാൻഡ് എന്ന് വിശേഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഹിമാലയത്തിനെയാണ്. കാര്യം മറ്റൊന്നുമല്ല, ഈ ഹിമാലയം എന്ന് പറയുന്നത് വടക്ക് ഒരു കോട്ട പോലെ നമ്മളെ സംരക്ഷിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് എവിടുന്ന വീശുന്നത്? ആ നോർത്തേൺ ഏരിയയിൽ നിന്ന് വീശുന്ന, പ്രത്യേകിച്ച് സൈബീരിയ, മംഗോളിയ മുതലായ മേഖലയിൽ നിന്നൊക്കെ വീശുന്ന തണുത്ത കാറ്റുണ്ട്. ഈ തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വീശി കഴിഞ്ഞാൽ നമ്മളിവിടെ കാലാവസ്ഥ വളരെയധികം ദുഷ്കരമായിട്ട് മാറും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സൈബീരിയയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെയൊക്കെ ഒരു വേലി കെട്ടി അല്ലെങ്കിൽ മതിൽ കെട്ടി തടഞ്ഞു നിർത്തുന്നത് പോലെ തടഞ്ഞു നിർത്തുന്നയാളാണ് ആര്? ഈ ഹിമാലയം എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഹിമാലയം എന്ന് പറയുന്നത് ഒരുപാട് ഉയരം കൂടിയ ഒരു പർവ്വത നിരയായതുകൊണ്ട് തന്നെ ഇവിടെ മഞ്ഞുണ്ട്. ആ മഞ്ഞ് ഉരുകി ജലം എന്ന് പറയുന്നത് ഒഴുകി വരുന്നുണ്ട് ഈ ഹിമാലയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നദികളുടെ ഉത്ഭവസ്ഥാനമാണ്. ഈ നദികൾ ഒഴുകി വരുന്നത് നമ്മുടെ നാട്ടിലേക്കാണ്, ഭാരതത്തിലേക്കാണ്. അങ്ങനെ ഒഴുകി വരുന്ന ഈ നദികൾ ഹിമാലയം എന്ന് പറയുന്ന പർവ്വതം അവസാദങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ളതാണെന്ന് നമുക്കറിയാം. ഇവ ഒഴുക്കിക്കൊണ്ടുവരുന്ന ഈ അവസാദങ്ങൾ എന്ന് പറയുന്നത് പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ അടിഞ്ഞ് സമതലങ്ങൾ രൂപം കൊള്ളുന്നു. അങ്ങനെ രൂപം കൊണ്ടിട്ടുള്ളതാണ് ഉത്തരമഹാസമതലം എന്ന് പറയുന്നത്. ഈ ഉത്തരമഹാസമതലമാണ് ഇന്ത്യൻ കാർഷിക മേഖലയുടെ നട്ടെൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്ന നദികൾ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൽ നിന്നുള്ളതാണ്. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവരുന്ന മണ്ണ് അല്ലെങ്കിൽ മണലാണ് ഇവിടെ നിക്ഷേപിക്കുന്നത്. അത് കൃഷിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറയുന്നത്, അല്ലേ, ബോഡി ആൻഡ് സോൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് എന്തിനെയാണ്? ഹിമാലയത്തെ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള ഒന്നാണ് നമ്മുടെ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹിമാലയത്തിൽ നമ്മളിനി പഠിക്കാനായിട്ട് അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് എന്തായിരുന്നു? ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, അല്ലേ? ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ്. അപ്പോൾ ട്രാൻസ് ഹിമാലയ എന്ന് പറഞ്ഞാൽ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ആണ് നമ്മളിനി പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് വെച്ചാൽ, ദാ ഇങ്ങനെ കിടക്കുന്ന ഹിമാലയം, ഈ ഹിമാലയത്തിന് കുറുകെ കിടക്കുന്നത് എന്നർത്ഥം വരുന്നതാണ് ട്രാൻസ് ഹിമാലയം എന്ന പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുറുകെ കിടക്കുന്ന ഈ ഏരിയ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്, അതേപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളിലേക്കുണ്ട്. പാകിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്, അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നുണ്ട്, സെൻട്രൽ ഏഷ്യയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയാൽ നമുക്ക് ഈ പറയുന്ന ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത് ഈ പാമീർ എന്ന് പറയുന്നൊരു പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നതെന്നറിയാം. പാമീർ നമുക്കറിയാം റൂഫ് ഓഫ് ദ വേൾഡ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് പാമീർ പീഠഭൂമി. അപ്പോൾ ആ പാമീർ പീഠഭൂമി എന്ന് പറയുന്ന ലോകത്തിൻ്റെ മേൽക്കൂരയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പർവ്വത നിരയാണ് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇതേതെല്ലാം എന്ന് നമ്മൾ അറിയണം, അല്ലേ? ഇതിൽ പല പേരുകളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പേരുകളാണ് ഏതാണ്? കുൻലൂൺ ഷാൻ എന്ന് പറയും, അല്ലേ? കുൻലൂൺ ഷാൻ എന്ന് പറയുന്നതുണ്ട് ഇവിടെ, അല്ലേ? അതേപോലെ എന്ത് പറയാം, നമുക്ക്
നമുക്ക് പറയാൻ പറ്റുന്ന എന്തായിരിക്കാം, നമ്മുടെ സുലൈമാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, സുലൈമാനുണ്ട്, ടിയാൻ ഷാനുണ്ട്, ഹിന്ദുക്കുഷുണ്ട് അല്ലെ, അക്സായിച്ചിനുണ്ട്. അങ്ങനെ ഒരുപാട് പർവ്വതങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെയോ ഇതെല്ലാം ഇന്ത്യക്ക് വെളിയിലുള്ളതാണ് അല്ലേ. ഹിന്ദുക്കുഷ് എന്ന് പറയുന്നത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അത് അഫ്ഗാനിലേക്ക് പോകുന്നു. സുലൈമാൻ എന്ന് പറയുന്നത് പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. കുൻലുൻ ഷാനും ടിയാൻ ഷാനും ഒക്കെ എങ്ങോട്ട് പോകുന്നു വെച്ചാൽ സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുന്നതാണ് അല്ലേ. അക്സായിച്ചിന് എങ്ങോട്ടേക്ക് പോകുന്നു വെച്ചാൽ ചൈനയിലേക്ക് പോകുന്നു നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള ട്രാൻസ് ഹിമാലയ നിരകൾ ഏത് എന്നത് വ്യക്തമായിട്ട് നമ്മൾ അറിയേണ്ടുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഏത് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് പറയണം. അതാണ് ഏത്, കാറക്കോറം, അടുത്തത് ലഡാക്ക്, അടുത്തത് സസ്ഗർ. അപ്പോൾ കാറക്കോറം, ലഡാക്ക്, സസ്ഗർ എന്നിങ്ങനെ 3 പർവ്വത നിരകൾ നമ്മുടെ ജമ്മു കാശ്മീരിലുണ്ട്. ജമ്മു കാശ്മീരിൽ കാണപ്പെടുന്ന ഈ കാറക്കോറവും ലഡാക്കും സസ്ഗറും ഒക്കെയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള ട്രാൻസ് ഹിമാലയൻ നദികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിൽ ഈ കാറക്കോറത്തിൻ്റെയും ലഡാക്കിൻ്റെയും ഇടയിലൂടെ ഒഴുകുന്നൊരു നദിയുണ്ട്. ആ നദിയുടെ പേര് നമുക്കറിയാം, അതാണ് സിന്ധു എന്ന് പറയുന്നത് അല്ലേ. സിന്ധു അതൊരു റിഫ്റ്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. കാറക്കോറം, ലഡാക്ക് എന്ന് പറയുന്ന മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയാണ് ഇൻഡസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇൻഡസിൻ്റെ പ്രധാനപ്പെട്ടൊരു നദിയാണ് ഷയോക്ക് എന്ന് പറയുന്നത്. ആ ഷയോക്കിലേക്ക് വരുന്ന നുംബ്ര എന്ന് പറയുന്ന നദി കാറക്കോറം എന്നുള്ള നിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മരണത്തിൻ്റെ നദി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഈ ഷയോക്ക് എന്ന് പറയുന്ന ഒരു നദിയാണ്. അപ്പം അങ്ങനെയുള്ള ഈ കാറക്കോറം, ലഡാക്ക്, സസ്കർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കാറക്കോറമാണ്. ഏറ്റവും ഉയരം കുറഞ്ഞത് സസ്കറിനാണ്. എന്നിരുന്നാലും ഇവിടെ കോമൺ ആയിട്ടുള്ള ഹൈറ്റായിട്ട് നമ്മളെടുത്ത് പഠിക്കുന്ന ശരാശരി 3000 മീറ്ററാണ് ട്രാൻസ് ഹിമാലയ നിരകളുടെ ഉയരം എന്ന് പറയാം. എന്നാൽ കാറക്കോറത്തിൻ്റെ ഉയരം നമ്മൾ എടുത്തു കഴിഞ്ഞാലോ, കാറക്കോറം കുറച്ചുകൂടി ഉയർന്നവനാണ്. അവൻ 6000 മീറ്ററാണ് കാറക്കോറത്തിൻ്റെ ഉയരം എന്ന് നമുക്കറിയാം. അപ്പോൾ കാറക്കോറത്തിൻ്റെ ഉയരം 6000 സസ്ഗറിൻ്റേത് നല്ല താഴ്ന്നതുമാണ്, ലഡാക്കിൻ്റേത് ഏകദേശം അതിലും കുറഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം ഒരു 3000 മീറ്ററാണ് ഈ പറയുന്ന ട്രാൻസ് ഹിമാലയൻ പർവ്വത നിരകളുടെ ഉയരമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ തന്നെ കാറക്കോറത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്താണ്, വടക്കേ അറ്റം. അതേപോലെ അഫ്ഗാനിസ്ഥാനുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ടർക്ക്മെനിസ്ഥാനുമായിട്ടും എല്ലാം അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു പർവ്വത നിര കൂടിയാണ് കാറക്കോറം പർവ്വത നിര എന്ന് പറയുന്നത്. ഇതിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള 8611 മീറ്റർ ഉയരമുള്ള നമ്മുടെ ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് K2 എന്നത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗോഡ്വിൻ ആസ്റ്റിനാണ് മൗണ്ട് K2. ഇത് സ്ഥിതി ചെയ്യുന്നത് 8611 മീറ്റർ ഉയരത്തിലാണ് നമുക്കറിയാം. അതിൽ 8611 മീറ്ററോളം ഉയരമുള്ള കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് K2 എന്ന് നമുക്കറിവുള്ള കാര്യമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കാറക്കോറത്തിലാണ്. ഈ കാറക്കോറമാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തെ ആ ഭൂപ്രദേശമായിട്ട് നിലകൊള്ളുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റം സ്ഥിതി 37 ഡിഗ്രി 6 മിനിറ്റിലാണ് കിടക്കുന്നതെന്നറിയാം. ഈ സ്ഥലത്തിന് നമ്മൾ പറയുന്ന പേര് അതും അറിയാം. അതെന്ത് പേരാണ്? അതാണ് ഇന്ദിരാ കോൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് ഈ പറയുന്ന കാറക്കോറം നിരകളിലാണ് എന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ്. അപ്പോൾ കാറക്കോറം നിരയിലാണ് ഇന്ദിരാ കോൾ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം. ഇതേപോലെ ഇന്ദിരാ കോൾ കാറക്കോറമൊക്കെ ഇവിടെയാണെന്നറിയാം. പിന്നെ നമ്മൾ നോക്കിയാൽ കാറക്കോറത്തിനോട് ചേർന്നാണ് ഈ പറയുന്ന ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഒക്കെ അതിർത്തിയായിട്ടുള്ള ലൈൻ ഓഫ് കൺട്രോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ലൈൻ ഓഫ് കൺട്രോൾ സ്ഥിതി ചെയ്യുന്നത് ഈ കാറക്കോറം എന്ന് പറയുന്ന നിരയോട് ചേർന്നാണെന്നറിയാം. ഈ കാറക്കോറം നിരയിൽ നിന്ന് തിബറ്റിലേക്ക് പോകുന്ന പർവ്വത നിരയുണ്ട്. ആ പർവ്വത നിരയുടെ പേരാണ് കൈലാസ പർവ്വതം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ കൈലാസ റേഞ്ച് കാറക്കോറം നിരയിൽ നിന്ന് തിബറ്റിലേക്ക് പോകുന്ന ഒരു ഭാഗമാണ് എന്ന് നമുക്കറിയാം. അതായത് നമ്മുടെ അക്സായിച്ചിൻ, കുൻലുൻ ഷാൻ എന്നൊക്കെ പറയുന്ന ആ പർവ്വതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയുള്ളതാണ് കൈലാസ പർവ്വതമെന്ന് നമ്മൾ ഓർത്തുകൊള്ളുക. ഇതാണ് കാറക്കോറം, ലഡാക്ക്, സസ്കറും. സംസ്കൃത പുരാണങ്ങളിലൊക്കെ കാറക്കോറത്തെക്കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. കാറക്കോറത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് എന്ത് പേരിലാണെന്ന് ചോദിച്ചാൽ ആ പേരാണ് കൃഷ്ണഗിരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കൃഷ്ണഗിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാറക്കോറത്തെ കുറിച്ച് പറയുന്ന സംസ്കൃത പദമാണ്. നമുക്കറിയാം കൃഷ്ണഗിരി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്നാൽ ഈ കാറക്കോറത്തെ ചൈനീസ് ഭാഷയിൽ വിളിക്കുന്നൊരു പേരുണ്ട്. ആ പേരാണ് ഖൂഗീർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ചൈനീസ് ഭാഷയിലെ
കാറക്കോറം അറിയപ്പെടുന്ന പേരാണ് ഏതെന്ന് ചോദിച്ചാൽ അത് ഖോഗിർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കാറക്കോറം എന്നുള്ള പർവ്വതത്തെക്കുറിച്ചും അതിൻ്റെ ചുവട്ടിൽ കാണുന്ന ലഡാക്ക്, സസ്കർ മുതലായ പർവ്വത നിരയെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പേരിട്ടുകൊണ്ടാണ് നമ്മളിതിനെ പ്രധാനമായിട്ടും വിളിക്കാറുള്ളത്. അപ്പോൾ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കിയാൽ ഇവിടെയാണ് മഞ്ഞ് ഏറ്റവും കൂടുതലുള്ളത്. മഞ്ഞ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ഗ്ലേസിയേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഗ്ലേസിയേഴ്സിന് നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് ഹിമാനികൾ എന്നാണ്, അല്ലെ? ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹിമാനികൾ എന്ന് പറയുന്നത് കൂടുതലും കാണപ്പെടുന്നത് പോളാർ റീജിയൻസിലാണ്. പോളാർ മേഖലകൾ എന്ന് വെച്ചാൽ നമുക്കറിയാം ധ്രുവ പ്രദേശങ്ങളാണ്. രണ്ട് ധ്രുവങ്ങളെ നമുക്കുള്ളൂ, ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവുമാണുള്ളത്. ഇവിടെയാണ് വലിയ ഐസ് ക്യാപ്സ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എന്നാൽ ഈ ധ്രുവപ്രദേശങ്ങളിലല്ലാതെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഐസ് ക്യാപ്സ് അല്ലെങ്കിൽ ഹിമാനികൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഹിമാലയത്തിലാണ് കാണപ്പെടുന്നത്, അല്ലേ? അപ്പോൾ ഹിമാലയത്തിൽ ധാരാളമായിട്ടുള്ള ഹിമാനികൾ ഉണ്ട്, അല്ലെങ്കിൽ ഐസ് ക്യാപ്സ് ആണ്. അപ്പോൾ ലോകത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ധ്രുവപ്രദേശങ്ങളിലല്ലാതെ ഈ ഹിമാനികൾ കൂടുതൽ കാണപ്പെടുന്ന ഏരിയ ഇവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിമാനി എന്ന് പറയുന്നതാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. സിയാച്ചിൻ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നമുക്കറിയാം, റോസാപ്പൂക്കൾ സുലഭമായിട്ടുള്ള അവസ്ഥാവിശേഷത്തിനാണ് സിയാച്ചിൻ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. റോസാപ്പൂക്കൾ സുലഭമായിട്ടുള്ള ഒരു മേഖലയാണ് സിയാച്ചിൻ എന്ന് പേരിട്ടുകൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ സിയാച്ചിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹിമാനിയാണ്. ആ ഹിമാനി എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് ഗ്ലേസിയർ ഇൻ ദ വേൾഡ് എക്സെപ്റ്റ് പോളാർ റീജിയൺ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പോളാർ മേഖലകൾക്ക് പുറത്ത് കാണപ്പെടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ഹിമാനിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത്. ഏകദേശം ഒരു 76 കിലോമീറ്ററാണ് ഈ സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും വലിയ ഹിമാനി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്ലേസിയർ എന്ന് പറയുന്ന മറ്റൊന്നാണ്, അതിൻ്റെ പേരാണ് ഫെഡ്ചെങ്കോ എന്നാണ് പറയുന്നത്. ഫെഡ്ചെങ്കോ. ഈ ഫെഡ്ചെങ്കോ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ടർക്ക്മെനിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ഒരു അയൽ രാജ്യമെന്ന് വേണമെങ്കിൽ നമ്മൾ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ് ടർക്ക്മെനിസ്ഥാൻ. ആ ടർക്ക്മെനിസ്ഥാനിലാണ് ഈ പറയുന്ന ഫെഡ്ചെങ്കോ എന്ന് പറഞ്ഞൊരു ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം ഒരു 77 കിലോമീറ്ററോളം ലെങ്ത് ഉള്ളതാണ്. ഇനി എന്തൊക്കെയുണ്ട്? ഹിസ്പാർ എന്ന് പറയുന്ന ഗ്ലേസിയറുണ്ട്, ബോൾത്താറ എന്ന് പറയുന്ന ഗ്ലേസിയറുണ്ട്. അങ്ങനെ ധാരാളം ഗ്ലേസിയറുകൾ കാണപ്പെടുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള കാര്യമുണ്ടെന്നായിരിക്കാം, ഈ സിയാച്ചിൻ എന്ന് പറയുന്ന പ്രദേശം നമ്മൾ പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്ന ഒരു പ്രദേശമാണെന്നും പഠിച്ചിട്ടുണ്ട്. ലൈൻ ഓഫ് കൺട്രോളിന് വടക്ക് ഭാഗത്തായിട്ട് കിടക്കുന്ന ഒരു ഗ്ലേസിയർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലേസിയർ പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധമൊക്കെ നടന്ന ചരിത്രം കൂടി ഇവിടെയുണ്ട്. അതുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ആ യുദ്ധം നടന്ന വർഷമാണ് 1984 യുദ്ധം നടന്നത്. 1984 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലയളവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിയാച്ചിൻ ഗ്ലേസിയറിൻ്റെ ഓണർഷിപ്പിനെ ചൊല്ലി, ഉടമസ്ഥാവകാശത്തെ ചൊല്ലി ഒരു തർക്കമുണ്ടാകുന്നതും ആ തർക്കം യുദ്ധത്തിലേക്ക് കലാശിക്കുന്നതും. അങ്ങനെ സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിൽ നിന്നും ധാരാളം നുഴഞ്ഞുകയറ്റക്കാരും സൈന്യവും വരികയും നമ്മൾ ധാരണ പ്രകാരം ഏറ്റവും ഉയരം കൂടുതലുള്ള പ്രദേശമായിട്ടുള്ള ആ ഗ്ലേസിയറിലെ കാവൽ മാടങ്ങൾ പരസ്പരം എന്ത് ചെയ്യുന്നു? അടച്ചിട്ട് ഈ മഞ്ഞുകാലം വരുമ്പോൾ ഒരു 6 മാസക്കാലം എന്ത് ചെയ്യുന്നു? അവിടുന്ന് മാറി നിൽക്കുന്ന പ്രവണതയുണ്ട്. അത്തരത്തിൽ നമ്മൾ മാറി നിന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ആളുകൾ കടന്നു വന്ന് സിയാച്ചിൻ ഗ്ലേസിയർ പൂർണ്ണമായിട്ടും പിടിച്ചെടുത്തു. അങ്ങനെ പിടിച്ചെടുത്ത സിയാച്ചിൻ ഗ്ലേസിയർ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കരമാർഗം ചെന്ന് എത്തുക ദുഷ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ ആകാശമാർഗേണ ഹെലികോപ്റ്ററുകളിൽ അത്രയും ഉയരത്തിൽ നമ്മുടെ പട്ടാളക്കാർ ഇറക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? വളരെ റിസ്കി ആയിട്ടുള്ള ഒരു യുദ്ധം നടത്തുകയും ആ ഒരു സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുത്ത് 1984 നമ്മൾ നടത്തിയ ആ ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേരാണ് ഓപ്പറേഷൻ മേഘദൂത് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓപ്പറേഷൻ മേഘദൂത് എന്തെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, സിയാച്ചിൻ ഗ്ലേസിയർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനെയാണ് നമ്മൾ ഓപ്പറേഷൻ മേഘദൂത് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ സിയാച്ചിൻ ഗ്ലേസിയർ പല പ്രമുഖന്മാരെ സന്ദർശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ഒരു രാഷ്ട്രപതി നമുക്കുണ്ട്. രാഷ്ട്രപതി മറ്റാരുമായിരുന്നില്ല, ആദ്യമായിട്ട് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രാഷ്ട്രപതിയുടെ പേരായിരുന്നു APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് ആദ്യമായിട്ട് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രാഷ്ട്രപതി. രണ്ടാമത്തെ രാഷ്ട്രപതി ആര് എന്ന് ചോദിച്ചാൽ അത് രാംനാഥ് കോവിന്ദ് ആയിരുന്നു. രാംനാഥ് കോവിന്ദ്. ഇപ്പം രാംനാഥ് കോവിന്ദ് ആയിരുന്നു രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന് നമുക്കറിയാം.
അതേപോലെ തന്നെ പ്രധാനമന്ത്രിമാരും ഈ പറയുന്ന സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ചിട്ടുണ്ട്. സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയാണ്, വളരെ സൗമ്യനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ പേരാണ് മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ചിട്ടുണ്ട്. രണ്ടാമത് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റാരുമല്ല, നിലവിലുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോഡിയാണ് രണ്ടാമത് സിയാച്ചിൻ ഗ്ലേസിയർ സന്ദർശിച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹിമാനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് എന്തെന്ന് ചോദിച്ചാൽ അത് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമുക്ക് പഠിക്കുവാനും നോക്കുവാനും ഉള്ളത് ഏത് എന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ഈ ഹിമാലയത്തിൻ്റെ തന്നെ ഭാഗമായിട്ട് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അതിനെ കോമൺ ആയിട്ട് നമ്മൾ വിളിച്ച പേരെന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ. ആ പേരാണ് ഈസ്റ്റേൺ ഹിൽസ് എന്ന് നമ്മൾ പറയുന്നത്, അല്ല. ഈസ്റ്റേൺ ഹിൽസ് എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? പൂർവ്വ അചലം, പൂർവ്വ ദിക്കിലുള്ള അചലം. പൂർവ്വ ദിക്ക് എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, കിഴക്ക് ദിക്ക് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ പൂർവ്വ അചലങ്ങൾ, അല്ലെ, പൂർവ്വ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഈസ്റ്റേൺ ഹിൽസ് എന്ന് പറയും. ഈസ്റ്റേൺ ഹിൽസ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇത് എവിടെയാണ് കാണപ്പെടുന്നത് നമുക്കറിയാം, അല്ലേ. ദാ ഇവിടെ ഇങ്ങനെ നമ്മൾ ആ കാറക്കോറവ്, ലഡാക്കും സസ്കറും ഒക്കെ വരച്ച് വെച്ചു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കിനെ നമ്മളിങ്ങനെ വരച്ച് വെച്ചു. ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കുന്നത് ഇവിടെ വന്നിട്ട് നേരെ താഴേക്ക് വളയുന്നുണ്ട്, അല്ല, ഒരു ബെൻഡ് ഉണ്ടാവുന്നുണ്ട്. ഈ ബെൻഡിനെ നമ്മൾ വിളിക്കുന്ന പേര് സിൻടാക്സിക്കൽ ബെൻഡ് എന്നാണ് വിളിക്കുന്നത്, അല്ല, സിൻടാക്സിയൽ ബെൻഡ്. അതായത് കൈ ആരോ തിരിച്ചൊടിച്ച് വെച്ചതുപോലെ ഇവിടെ വന്നിട്ട് നമ്മുടെ ഹിമാലയം എന്ത് ചെയ്യുന്നു, ഒരു വളവ് ഉണ്ടാവുന്നുണ്ട്. ഈ വളവാണ് സിൻടാക്സിയൽ ബെൻഡ് എന്ന് പറയുന്നത്. ഇത് അരുണാചൽ പ്രദേശിൽ വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു ബെൻഡ് ഉണ്ടാവുന്നത്. ഈ ബെൻഡ് ഉണ്ടായി കഴിയുമ്പോൾ ഈ ബെൻഡിനിപ്പുറത്ത് ഇന്ത്യ, ഈ ബെൻഡിനിപ്പുറത്ത് മറ്റൊരു രാജ്യം, അതിൻ്റെ പേരാണ് മ്യാൻമാർ എന്ന് പറയുന്നത്. അപ്പോൾ മ്യാൻമാർ എന്ന രാജ്യത്തിൻ്റെയും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെയും ഇടയിൽ പ്രകൃതിദത്തമായൊരു അതിർത്തിയായിട്ട് നിലകൊള്ളുന്നതാണ് ആര്? ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാചൽ ഇന്ത്യയുടെയും മ്യാൻമാറിൻ്റെയും ഇടയിലുള്ളൊരു പ്രകൃതിദത്ത ബൗണ്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു പർവ്വത നിരയാണ്. പർവ്വതങ്ങൾ നമുക്കറിയാം, പർവ്വതങ്ങളുടെ മുകളിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടർ ഡിവൈഡ് എന്നും വാട്ടർ ഷെഡ് എന്നുമൊക്കെയാണ് പർവ്വതങ്ങൾ അറിയപ്പെടുന്നത്. അഥവാ പ്രകൃതിയുടെ ജലസേചന കേന്ദ്രങ്ങൾ എന്നാണ് പർവ്വതങ്ങൾ അറിയപ്പെടുന്നത്. അത്തരത്തിൽ മ്യാൻമാറിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നൊരു നദിയുണ്ട്. നദിയെ നമുക്ക് വേണമെങ്കിൽ ഐരാവതി എന്ന് വിളിക്കാം. ഐരാവതി. ചില ആൾക്കാർ അതിന് വിളിക്കുന്ന ഒരു ഇറവാടി എന്നും വിളിക്കാറുണ്ട്. ഇറവാടി അഥവാ ഐരാവതി എന്ന് പറയുന്ന നദിയുണ്ട്. ഐരാവതി നദിയും അതിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിൻഡുവിനുണ്ട്. ചിൻഡുവിൻ. ഇപ്പോൾ ചിൻഡുവിൻ, ഐരാവതി മുതലായ പോഷക നദികൾ ഉത്ഭവിക്കുന്നത് ഈ പറയുന്ന ഈസ്റ്റേൺ ഹിൽസിൽ നിന്നാണ്, അഥവാ പൂർവാഞ്ചലിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. ഈ ചിൻഡുവിനും ഐരാവതിയും ഒഴുകുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈസ്റ്റേൺ ഹിൽസിൽ നിന്നാണ്. എങ്ങോട്ടേക്കാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ അത് ഒഴുകുന്നത് മ്യാൻമാറിലേക്കാണ്. അതുകൊണ്ട് മ്യാൻമാറിൻ്റെ ജീവരേഖ എന്ന പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ഐരാവതി നദി. ഐരാവതി നദിയുടെ ഇരട്ട അല്ലെങ്കിൽ ട്വിൻ റിവർ ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ചിൻഡ്വിൻ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ ചിൻഡ്വിൻ എന്ന് പറയുന്ന നദി നമ്മുടെ മണിപ്പൂരിലൂടെയൊക്കെ ഒഴുകുന്ന ഒരു നദി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ വരച്ചു വച്ചിരിക്കുന്നത് എന്താണ്? ഇതാണ് നമ്മുടെ പൂർവാഞ്ചൽ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഈ പൂർവാഞ്ചലിൽ നിന്നുണ്ട് ഒരു ലെങ്ത് ഉണ്ട്. പൂർവാഞ്ചലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 കിലോമീറ്ററോളമാണ് പൂർവാഞ്ചലിൻ്റെ ലെങ്തായിട്ട് കണക്കാക്കുന്നത്. അതായത് അരുണാചൽ പ്രദേശിലൂടെയും അതേപോലെ തന്നെ നമ്മുടെ നാഗാലാൻഡിലൂടെയും, നാഗാലാൻഡിൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ് മണിപ്പൂരിലൂടെയും, മണിപ്പൂർ കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരുന്നത്? നാഗാലാൻഡ്, മണിപ്പൂർ, പിന്നെ ഏത് വരുന്നുണ്ട്? മണിപ്പൂർ കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവിടെ മിസോറാം ഉണ്ട് അല്ലേ. അപ്പോൾ അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രകൃതിദത്ത ബൗണ്ടറിയാണ് നമ്മുടെ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. അപ്പോൾ പൂർവാഞ്ചൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഈ 4 സംസ്ഥാനങ്ങൾ മാത്രമല്ലയുള്ളത്. ഇതിനിപ്പുറത്തേക്ക് മാറിയിട്ട് എന്തുണ്ട്? ഇതിനിപ്പുറത്തേക്ക് മാറിയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന മേഘാലയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ല. അപ്പം മേഘാലയ സംസ്ഥാനത്തിലൂടെയും ആര് കടന്നു പോകുന്നുണ്ട്? ഈ പറയുന്ന ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാഞ്ചൽ കടന്നു പോകുന്നുണ്ട്. എങ്കിൽ നമുക്കിനി പൂർവാഞ്ചലിനെ കുറിച്ച് നോക്കാം. 800 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത് എന്ന് നമ്മൾ പറഞ്ഞു. എങ്കിൽ ഇതിൻ്റെ ആവറേജ് ഹൈറ്റ് എത്രയാണ്? എലിവേഷൻ ഓഫ് പൂർവാഞ്ചൽ പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഹൈറ്റ് നമ്മൾ പറയുന്നത് 2000 ആണ് നമ്മൾ പറയാറുള്ളത്.
ശരാശരി 2000, ചില സ്ഥലങ്ങളിലൊക്കെ 2500 കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്ന 2 പർവ്വതങ്ങളുണ്ട്. അതായത് ഈസ്റ്റേൺ ഹിൽസിലെ പ്രധാനപ്പെട്ട 2 കൊടുമുടികൾ അല്ലെങ്കിൽ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒരെണ്ണത്തിൻ്റെ പേരാണ് നാഗാലാൻഡിലുള്ള മൗണ്ട് സരാമതി എന്ന് നമ്മൾ പറയില്ല, സാരാമതി എന്ന് പറയുന്ന ഒരു മൗണ്ട്. അതായത് 3826 മീറ്റർ ഉയരമുള്ള മൗണ്ട് സാരാമതിയാണ് ഈസ്റ്റേൺ ഹിൽസിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയെന്ന് നമുക്കറിയാം. അതേപോലെ ഈ പറയുന്ന നമ്മുടെ പൂർവാഞ്ചലിലെ ഏറ്റവും ദക്ഷിണ ഭാഗത്തുള്ള തെക്ക് ഭാഗത്തുള്ള ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് ബ്ലൂ മൗണ്ടൻ എന്നാണ് പറയുന്നത്. ബ്ലൂ മൗണ്ടൻ അല്ലെങ്കിൽ ബ്ലൂ മൗണ്ട് എന്ന് പറയും. 2157 മീറ്റർ ഉയരമുള്ള ബ്ലൂ മൗണ്ടാണ് നമ്മുടെ പൂർവാഞ്ചലിലെ ഏറ്റവും തെക്കേ ഭാഗത്തുള്ള ഉയരം കൂടിയ കൊടുമുടിയെന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് വരാം. ഇത് നമ്മുടെ ഇന്ത്യയുടെയും അതേപോലെ തന്നെ മ്യാൻമാറിൻ്റെയും ഇടയിലുള്ള പ്രകൃതിദത്ത ബൗണ്ടറി ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇത് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നും നമ്മൾ പഠിച്ചു അല്ലേ. കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഗോത്രവർഗ്ഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള അരുണാചൽ പ്രദേശ്, രണ്ടാമത്തെ നമ്മൾ പഠിച്ചത് എന്തായിരിക്കും നാഗാലാൻഡ്, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞതായിരുന്നു മണിപ്പൂരാണ് പറഞ്ഞത് അല്ലേ, മണിപ്പൂര്. നാലാമത് നമ്മൾ പഠിച്ചെന്തായിരിക്കാം മിസോറാമാണ്. അപ്പോൾ ഇങ്ങനെ 4 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്ന പർവ്വത നിരയാണ് ഈസ്റ്റേൺ ഹിൽസ് അഥവാ പൂർവാഞ്ചൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർവാഞ്ചൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ ഗോത്രവർഗ്ഗങ്ങൾ അധിവസിക്കുന്ന ഈ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാദേശികമായിട്ടുള്ള പല പേരുകളും ഈ പർവ്വതത്തിനെ വിശേഷിപ്പിക്കാറുണ്ട്. ആ പേരുകളിൽ ഒന്നാമത്തെ പേര് അരുണാചൽ പ്രദേശിൽ ഇതറിയപ്പെടുന്ന ഒരു പട്കായി ബൂം എന്നറിയപ്പെടുന്നത്. പട്കായി ബം അല്ലെങ്കിൽ പട്കായി ബൂം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് പട്കായി ബൂം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത ബൗണ്ടറിയാണ് ഇന്ത്യക്കും മ്യാൻമാറിനും ഇടയിലുള്ളത്. ആ പട്കായി ബൂം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അരുണാചൽ പ്രദേശ്. ഇനി അതേപോലെ നമ്മൾ നോക്കിയാൽ നാഗാ ഹിൽസ് എന്നും കൊഹിമ ഹിൽസ് എന്നും അറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. കൊഹിമ ഹിൽസ് എന്നെ ആദ്യമായിട്ട് ഇന്ത്യയിൽ എത്തിയിട്ട് ത്രിവർണ്ണ പതാക ഉയർത്തിയ സ്ഥലമാണ് കൊഹിമ എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നാഗാ ഹിൽസ് എന്നും കൊഹിമ ഹിൽസ് എന്നും അറിയപ്പെടുന്ന പർവ്വത നിരകളുണ്ട്. അത് കാണപ്പെടുന്നത് ഇവിടെയാണ്, നാഗാലാൻഡിലാണ് എന്ന് നമുക്കറിയാം. ഇനി അതേപോലെ മണിപ്പൂരിൽ ഇതറിയപ്പെടുന്ന പേര് മറ്റൊന്നുമല്ല, മണിപ്പൂർ ഹിൽസ് എന്ന് തന്നെയാണിത് മണിപ്പൂരിൽ അറിയപ്പെടുന്നത്. മണിപ്പൂർ ഹിൽസ് എന്നാണ് മണിപ്പൂരിൽ അറിയപ്പെടുന്നത്. മിസോറാമിൽ അറിയപ്പെടുന്ന പേരെന്താണ്? മിസോറാമിൽ അറിയപ്പെടുന്ന പേരാണ് മീസോ ഹിൽസ് എന്നാണ് മിസോറാമിൽ ഇത് അറിയപ്പെടുന്നത് അല്ലെ. മീസോ ഹിൽസ് എന്നാണ് ഇത് മിസോറാമിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മിസോറാമിൽ അറിയപ്പെടുന്ന പേര് മീസോ ഹിൽസ് എന്നാണ് അറിയപ്പെടുന്നത്. മിസോറാമിൽ ഇത് മീസോ ഹിൽസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പേരുകൾ മാത്രമാണോ ഈ പൂർവാഞ്ചൽ അറിയപ്പെടുന്നത്? അല്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള ഉത്തരമെന്ന് പറയുന്നത്. കാരണം ഈ പൂർവാഞ്ചൽ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ ഏതുണ്ട്, അരുണാചൽ പ്രദേശ് ഉണ്ട്, AP അല്ലേ, പട്കായി ബൂം, ഇവിടെ എന്തുണ്ട്, നാഗാലാൻഡ് ഉണ്ട്. അപ്പോൾ നാഗാലാൻഡ് കഴിഞ്ഞു വന്നു കഴിയാൻ നേരത്ത് മിസോറാം മണിപ്പൂരിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് മണിപ്പൂരിൻ്റെ അതിർത്തിയിലായിട്ട് ഇവിടെ മറ്റൊരു പർവ്വത നിരയുണ്ട്. ആ പർവ്വത നിരയാണ് പൂർവാഞ്ചലിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പൂർവാഞ്ചലിനെ ഡിവൈഡ് ചെയ്യുന്ന പർവ്വത നിരയുണ്ട്, അതിൻ്റെ പേരാണ് ബറൈൽ റേഞ്ച് എന്നാണ് പറയുന്നത്. ബറൈൽ റേഞ്ച് പൂർവാഞ്ചലിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ബറൈൽ റേഞ്ചാണ്. അപ്പോൾ ബറൈൽ റേഞ്ച് സെപ്പറേറ്റ്സ് പൂർവാഞ്ചൽ എന്നാണ് പറയുന്നത്. അപ്പോൾ പൂർവാഞ്ചലിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് ബറൈൽ നിരകളാണ്. അപ്പോൾ ബറൈൽ റേഞ്ചസ് സെപ്പറേറ്റ് ചെയ്യുന്നു എന്തിനെ? നമ്മുടെ പൂർവാഞ്ചലിനെ കിഴക്കെന്നും പടിഞ്ഞാറെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. ഇവിടെ നമുക്ക് നോർത്ത് എന്ന് സൗത്ത് എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ. കാര്യം എന്താണ്, ഇത് കിടക്കുന്നത് ഏത് ഡയറക്ഷനിലാണ്? നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്ന ഒന്നാണ് പൂർവാഞ്ചൽ. അതുകൊണ്ട് തന്നെ വടക്കൻ പൂർവാഞ്ചലെന്നും കിഴക്കൻ പൂർവാഞ്ചലെന്നും പറഞ്ഞുകൊണ്ട് ഈ പൂർവാഞ്ചലിനെ ഡിവൈഡ് ചെയ്യുന്ന പർവ്വത നിരയുടെ പേരാണ് ബറൈൽ റേഞ്ച് എന്ന് പറയും. ഈ ബറൈൽ റേഞ്ചിൻ്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വീണ്ടും പർവ്വത നിരകൾ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കുന്ന പർവ്വത നിരകളുടെ പേരുകൾ നമുക്കറിയാം. ആ പേരുകളാണ് ഗാരോ, ഖാസി, ജൈന്തിയ എന്ന് പറയുന്നത്. അപ്പം ഗാരോയും ഖാസിയും ജൈന്തിയ എന്നുമൊക്കെ പറയുന്ന കുന്നുകൾ കിടക്കുന്നത് ബറൈൽ റേഞ്ചിന് സമാന്തരമായിട്ടാണ് കിടക്കുന്നത്. അതായത് പൂർവാഞ്ചലിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകും തോറും ഈ കുന്നുകളെ ഒന്ന് പേര് രേഖപ്പെടുത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഗാരോ കാണും, ഖാസി കാണും, ജൈന്തിയ കാണും, ബറൈൽ റേഞ്ചും കാണും. അപ്പോൾ ഏറ്റവും പടിഞ്ഞാറ് അറ്റത്തുള്ളതാണ് ഗാരോ കുന്നുകൾ.
അതിനുശേഷം കിഴക്കുവശത്ത് വരുന്നതാണ് ഖാസിക്കുന്നുകൾ. ഖാസിക്കുന്നുകളുടെ കിഴക്ക് ഭാഗത്തായിട്ട് വരുന്നതാണ് ജൈന്തിയ കുന്നുകൾ. ജൈന്തിയ കുന്നുകളുടെയും കിഴക്കായിട്ട് വരുന്നതാണ് ബറൈൽ റേഞ്ച്. ആ ബറൈൽ റേഞ്ചിൻ്റെ മുകളിലും താഴെയുമായിട്ടാണ് നമ്മുടെ പൂർവാഞ്ചൽ സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അല്ലേ. ഇതിൽ ഈ ഗാരോ ഖാസി കുന്നുകളുടെയൊക്കെ പ്രത്യേകത നമുക്കറിയാം എന്താണ്. ഇവയാണ് മേഘാലയയിൽ കാണപ്പെടുന്ന മഴക്കുന്നുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന ചോദ്യത്തിന് നാളിതുവരെ മാറ്റമൊന്നും വന്നിട്ടില്ല. ആ പേര് ഏതാണ്? മേഘാലയ എന്ന് തന്നെയാണ്. കാരണം മേഘങ്ങളുടെ വാസസ്ഥലം അതാണ് മേഘാലയ, ഹിമത്തിൻ്റെ വാസസ്ഥലം അതാണ് ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ മേഘാലയം എന്ന് പറയുന്ന സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട ചില സ്ഥലങ്ങളുണ്ട്. നേരത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ പേര് ചിറാപുഞ്ചി എന്നായിരുന്നു. ചിറാപുഞ്ചി, ആ ചിറാപുഞ്ചിയായിരുന്നു മുൻപ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് അല്ലേ. എന്നാൽ ഇന്ന് ആ ചിറാപുഞ്ചിയിൽ നിന്ന് മാറി ചിറാപുഞ്ചി എന്നുള്ള പേര് ഇപ്പോൾ പറയുന്നില്ല. പകരം അവിടെ ഉപയോഗിക്കുന്ന പേര് എന്താണ്? സൊഹറ എന്ന് പറയുന്നൊരു പേരാണ് ചിറാപുഞ്ചിക്ക് ഇപ്പോൾ ചാർത്തി കൊടുത്തിരിക്കുന്ന പേര്. സൊഹറ എന്നൊരു പേരാണ്. അപ്പോൾ സൊഹറയിൽ നിന്നുമൊക്കെ മഴയുടെ കെടുതിയും രൂക്ഷതയും ഒക്കെ മാറിയപ്പോൾ മറ്റൊരു പ്രദേശത്താണ്. അവിടെ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ 8 മുതൽ 12 കിലോമീറ്റർ അകലം വരെയുള്ള മറ്റൊരു പ്രദേശമാണ്. അതായത് അത് ഖാസിക്കുന്നുകൾ. അവിടെയാണ് മൗസിൻ റാം എന്ന് പറയുന്നൊരു പ്രദേശം. മൗസിൻ റാം എന്ന് പറയുന്നൊരു പ്രദേശമുണ്ട് ഖാസിക്കുന്നുകളിലെ മൗസിൻ റാമിലാണ്. ഇപ്പം നിലവിൽ ഏറ്റവും കൂടുതൽ വാർഷിക വർഷപാതം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരുപാട് അകലെയൊന്നുമില്ല, 8-12 കിലോമീറ്ററുകൾ അകലെയായിട്ട് മാത്രം കാണപ്പെടുന്ന മൗസിൻ റാമിലാണ് ഏറ്റവും കൂടുതൽ മഴ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമെന്ന് പറയുന്നത്. ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മഴ ലഭിക്കുന്നു എന്നൊരു ചോദ്യം വന്നാൽ അതുകൂടി നമ്മൾ അറിയേണ്ടതാണ്. ആ ചോദ്യം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നമുക്കത് അല്ലേ. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ മഴ ലഭിക്കാൻ കാരണം നമുക്കറിയാം മൺസൂണിൻ്റെ കാറ്റാണെന്നറിയാം അല്ലേ. മൺസൂൺ കാറ്റുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കാൻ കാരണമെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കിയാൽ അല്ലേ നമ്മുടെ ഇന്ത്യയുടെ ഏകദേശം ഒരു ഷേപ്പായിട്ട് നമുക്കിതൊന്ന് സങ്കല്പിക്കാം. അപ്പോൾ ഇങ്ങനെ ഇന്ത്യ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യം അല്ലേ. ഇവിടെ വന്നിട്ട് അതിങ്ങനെയാണ് കിടക്കുന്നത്. ഇത് ഇങ്ങനെ വരുന്നു. ഇതാണ് ഇന്ത്യ നമുക്കറിയാം അല്ലേ. ഇവിടെ നമുക്ക് പശ്ചിമഘട്ടം എന്ന് പറയുന്ന ഒരു പർവ്വതനിര ഇവിടെയുണ്ട് അല്ലേ. ഇവിടെ ഇങ്ങനെ ആരവല്ലി എന്ന് പറഞ്ഞ മറ്റൊരു പർവ്വതനിരയുണ്ട്. ഇവിടെ ഇങ്ങനെ പൂർവ്വഘട്ടവും നമുക്കുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിലേക്ക് വീശുന്ന കാറ്റ് മൺസൂൺ കാറ്റാണ്. ആ മൺസൂൺ കാറ്റിനെ ഇവിടെയുള്ള പശ്ചിമഘട്ടം തടഞ്ഞ് നിർത്താറുണ്ട്. പശ്ചിമഘട്ടം തടഞ്ഞ് നിർത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? മഴക്കാറുകൾ എന്ന് പറയുന്ന ആ സംഭവങ്ങളൊക്കെ ഈ പറയുന്ന കാറ്റിൻ്റെ കൂടെ ഒഴുകി വരാറുണ്ട്. അപ്പം ഏറ്റവും കൂടുതൽ ജലം വഹിച്ചു കൊണ്ടുവരുന്നൊരു കാറ്റാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റ് എന്ന് പറയുന്നത്. സൗത്ത് വെസ്റ്റ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ്. ആ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന തണുത്ത ജലാംശമുള്ള മേഘപടലങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെയുള്ള പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തി ഘനീഭവിപ്പിച്ച് മഴ പെയ്യിക്കുന്നു. അങ്ങനെ നമുക്ക് നല്ല മഴ ലഭിക്കുന്ന മൺസൂണാണ്. പിന്നെയോ ഇത് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പ് വഴി മൺസൂൺ കാറ്റ് ഇന്ത്യയുടെ ഉൾഭാഗത്തേക്ക് കിടക്കുന്നു. ഇവിടെ ആരവല്ലി പർവ്വതനിരയുള്ളതുകൊണ്ട് അത് കാറ്റിനെ തടയുന്നില്ല. കാരണം കാറ്റിന് സമാന്തരമായിട്ട് കിടക്കുന്നുണ്ട്, കാറ്റിനെ തടയില്ല. അപ്പോൾ കാറ്റ് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഈ ഭാഗത്തുനിന്നും വീശുന്ന കാറ്റുണ്ടല്ലോ, ഇങ്ങനെ ഈ രീതിയിലും വീശുന്ന കാറ്റുണ്ട്. ഇത് വന്നു കഴിയാൻ നേരം നമ്മളിവിടെ പൂർവാഞ്ചലാണുള്ളത്. ഈ പൂർവാഞ്ചലിൽ തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോരുന്നു. നേരെ ഇങ്ങോട്ട് വന്നിട്ട് അകത്തേക്ക് കയറുന്നു. അകത്തേക്ക് കയറി കഴിയുമ്പോൾ ഇവിടെ എന്താണ്? ഗാരോ ഖാസി ജൈന്തിയ കുന്നുകളല്ലേ ഉള്ളത്. ഈ കുന്നുകളിൽ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെയാണ് ബറൈൽ റേഞ്ച് കെട്ടി ഇങ്ങനെ 4 ഭാഗത്തായിട്ടാണ് കാണുന്നത്. അതായത് ഈ അടുപ്പ് കുറ്റി പോലെ കാണുന്ന ഈ മലനിരകൾക്കിടയിലേക്ക് ഈ ബേ ഓഫ് ബംഗാളിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റ് കടക്കുന്നു. ഈ പൂർവാഞ്ചലിൽ തട്ടി അകത്തേക്ക് കിടക്കുന്നു. അകത്തേക്ക് തട്ടിക്കിടക്കുന്ന ഈ കാറ്റിന് ഒരിക്കലും പുറത്തു പോകാനായിട്ട് സാധിക്കില്ല. കാര്യം എന്താ? ഇങ്ങോട്ട് പോയാൽ ഇവിടെ ഹിമാലയം കിടക്കണം, അങ്ങോട്ട് ചെന്നാലും തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരും. പിന്നെയോ ഇവിടെ നിന്ന് വീശുന്ന കാറ്റുകളുമുണ്ട്. ആ കാറ്റുകൾ നേരെ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ഈ വിടവഴി വീശുന്ന കാറ്റുണ്ട്, അതും കടന്ന് ഇവിടെയാണ് എത്തുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ മൺസൂൺ കാറ്റുകൾ ചെന്ന് പെട്ടുപോകുന്ന ഒരു ട്രയാങ്കിൾ, ബർമുഡ ട്രയാങ്കിൾ പോലെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഊരിപ്പോരാൻ സാധിക്കാത്ത ഒരു ട്രയാങ്കിളാണ് ഈ പറയുന്ന ഗാരോ ഖാസി ജൈന്തിയ കുന്നുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ് വീശിയാൽ ആ കാറ്റ് വീശുന്ന ദിവസം അവിടെ മഴയുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂറും എന്തുണ്ടായിരിക്കും? അവിടെ മഴ മേഘങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? മേഘാലയ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ ഈ മഴയ്ക്ക് കാരണമാകുന്നത് എന്താണ്? നമ്മുടെ പൂർവാഞ്ചലിൻ്റെ സ്ഥാനമായിരുന്നു. ആ പൂർവാഞ്ചലിനോട് ചേർന്ന് കിടക്കുന്ന ഗാരോ കുന്നുകളും ഖാസിക്കുന്നുകളും ജൈന്തിയ കുന്നുകളുടെയും ഒക്കെ സ്ഥാനമായിരുന്നു മഴയ്ക്ക് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പഠിച്ചത് മഴയെക്കുറിച്ചല്ല, നമ്മൾ പഠിച്ചത് ഹിമാലയത്തെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ആ ഹിമാലയം എന്ന് പറയുന്ന നോർത്തേൺ മൗണ്ടൻ റീജിയണിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഉത്തരപർവ്വത മേഖലയാണ് നമ്മൾ പഠിച്ചത്. ആ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ടുള്ള പൂർവാഞ്ചൽ പഠിച്ചു.
ട്രാൻസ് ഹിമാലയം പഠിച്ചു, ഹിമാലയൻ റേഞ്ചസ് നമ്മൾ പഠിച്ചു, ഹിമാലയത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നും എന്ത് ചോദ്യം വന്നു കഴിഞ്ഞാലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാലും നമുക്ക് ഉത്തരം ലഭ്യമാകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഇതിനു മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള മറ്റ് 2 ക്ലാസ്സുകളും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്ന് പിന്നെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടമാകില്ല എന്ന് 100% ഉറപ്പാണ്. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.